Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധാർമിക പ്രവർത്തനങ്ങളും തിന്മകളും അശ്ലീലതകളും ലഹരിയുടെ ഉപയോഗങ്ങളും എല്ലാം സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. പരിഹാരത്തിനായുള്ള പഠനങ്ങളും ചർച്ചകളും വ്യാപകമായി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാതെ സാധ്യമാവുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങേയറ്റം അധാർമികതയിലും തിന്മയിലും ജീവിച്ചു പോന്നിരുന്ന ഒരു ജനപദത്തെ ഈ ലോകർക്കു തന്നെ മാതൃകയാമിതം പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആനാണ്. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അതേ പ്രിയമുള്ളവരെ, പ്രവാചകൻ ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയാണെന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിനും പരിവർത്തനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഖുർആനിലേക്ക് തിരിച്ചു വരിക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് മാത്രമാണ് പോംവഴി. ഖുർആനിന്റെ ആളുകളായി ഇഹലോകത്ത് ജീവിക്കാനും അങ്ങനെ തന്നെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.